പ്രവാചകൻ 5 4 വർഷം വായിച്ചില്ല. അതുകൊണ്ട് ഈ ആമോസ് പ്രവാചകൻ വളരെ പ്രാധാന്യ പ്രവാചകൻ. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ബഥേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർശബയിലേക്ക് കടക്കുകയോ അരുത്. കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും, ബഥേൽ ശൂന്യമാകും. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും. കർത്താവിനെ അന്വേഷിക്കുകയും അപ്പോഴേ ജീവൻ വരുള്ളൂ. ദൈവത്തോട് തിരിയുമ്പോൾ മാത്രമേ ജീവൻ വരുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ആരാണ്? വചനമാണ്. വചനത്തിലോട് നാം തിരിയുമ്പോഴാണ്. യെശയ്യാ പ്രവാചകൻ 55 55-ാം അധ്യായം വലിയൊരു അധ്യായമാണ്. അതിൽ 1-7 വരെയുള്ള ഭാഗം വായിച്ചത് ഇടയ്ക്കിടയ്ക്ക് നിർത്ത് വായിക്കണം. യെശയ്യാ 55. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. ഈ ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുന്നിട്ട് പുറത്തേക്ക് വെള്ളം കുടിക്കാനുണ്ട്. അല്ലെങ്കിൽ വൈദ്യുതി പോയി ഇത് ലൗക്യം മനുഷ്യർ കുളവുമായിട്ട് പോകും. ദാഹാർത്തര് ഇല്ലേ? ഇത് കേട്ടല്ലേ? വെള്ളം കുടിക്കാൻ വിളിക്കണം ഇല്ലേ? കണ്ടു ഷാപ്പാണെങ്കിലാ അത് കുടിക്കാനാണെന്ന് വിചാരിക്കും. ദാഹാർത്തര് വരാനല്ലേ വിളിക്കണം. എന്താണ്? നിർജ്ജനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. കയ്യിൽ കാശൊന്നും ഇല്ലാത്തവനെ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. ഒന്നും വേണ്ട. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. ഇത്രയും മതി. ആ 7-ാം വാക്യം വരെ കണ്ടോ? അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ജീവൻ, നമുക്ക് ജീവൻ തരും. യോഗമെല്ലാം കുറിച്ച് 6:63 ആത്മാവാണ് അതെപ്പോഴും ഈശോ പറഞ്ഞെന്നറിയാം. കർത്താവിന്റെ കൂടെ കുറേണ്ണം ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമൊക്കെ കിട്ടിയത്. ഇപ്പൊ ഇവിടെ തന്നെ നല്ല സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നാണ് ആള് ഇടിച്ചു കയറും. കണ്ടോ? ഇപ്പൊ ഇവിടെ തന്നെ കുഞ്ഞിമേരി ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ മമ്മൂട്ടി വന്നിട്ടുണ്ട്, പിന്നെ മോഹൻലാൽ വന്നിട്ടുണ്ട്. ഇടിച്ചു കയറും. അവരിതിനാ നിങ്ങൾ വനം കേൾക്കല്ലോ, വിചാരിച്ച് വനമായിട്ട് പോകും. കണ്ടോ? ഇതാണ് ആത്മീയ കണ്ടോ? ഞാൻ എല്ലാം ധ്യാനം ഉദ്ഘാടനം ചെയ്യും. അതൊക്കെ ബുദ്ധികളുള്ള ആലോചനയാണ്. അത് ഒരിക്കലും ബുദ്ധിയെടുക്കരുത്. ഉള്ളവരെല്ലാം പോകും. കണ്ടോ? നിങ്ങൾ ആത്മാവാണെങ്കിൽ ആത്മാവ് പിടിച്ചോളൂ. 1 പത്രോസ് 3 18-19 വാക്യത്തില് അതൊന്ന് വായിച്ചാൽ നല്ലതാണ്. കാരണം ആത്മീയങ്ങളിലോട്ട് നമ്മൾ കടക്കണം. ഈശോ പറഞ്ഞത് തന്നെ. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. ആത്മാക്കൾ, നമ്മൾ വചനം പറയുന്നു, അനേക ആത്മാക്കൾ രക്ഷപ്പെടുകയും ബന്ധനസ്ഥരായ വചനം കേട്ട് വരുമ്പോ കേട്ടോ, ഇതുകൊണ്ടാണ് പൈശാചക്തകൾ നമുക്ക് കൃപ വരുമ്പോ എല്ലാം എത്തും. കൃപയില്ലാത്തതുകൊണ്ടാണ്. കൃപയിൽ വരണം. എല്ലാവരും കൃപയിൽ വരണം. ബൈബിൾ തന്നാണ് കൃപയിൽ വരാനാണ്. കണ്ടോ? എല്ലാവരും കൃപയിൽ വരണം. ആ കൃപ ദൈവത്തിന്റെ ദാനമാണ്. ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ബുദ്ധിയിലാണ് എല്ലാം കാണുന്നത്. ആ നേടിയെടുക്കുന്നതാണ്. നിങ്ങൾ നേടിയെടുക്കാൻ നോക്കണം. നേടിയെടുത്താൽ കിട്ടുമോ? കിട്ടിയല്ല. കണ്ടോ? അത് ദാനമാണ്. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കണം. റോമൻ 4 ആ 9-11 വനത്തില് വിശ്വാസം എന്ന മുദ്രയുടെ അകത്താക്കുന്നതാണ് ഞങ്ങൾ. മുദ്ര
തിമോത്തി 2:19 അടിസ്ഥാനമിട്ട മുദ്രയാണത്. വിശ്വാസം. യോഹന്നാൻ സുവിശേഷം 3:34-35 വാക്യങ്ങളെല്ലാം 1-ാം അധ്യായത്തില് ആത്മാവിന് ദൈവം അളന്നാണ് തരുന്നത്. അല്ല, അത് ഇതുപോലെ നമ്മൾ തിരിഞ്ഞാൽ മതി. ഈശ്വരന് തിരിഞ്ഞു കഴിഞ്ഞാല് അറിയപ്പെടാത്ത ജനമെല്ലാം ഓടി വരുന്നു ഇവിടേക്ക്. അല്ലേ? അറിയപ്പെടാത്ത ജനമെല്ലാം വരും രക്ഷ പ്രാപിക്കാൻ. ഇതുപോലെ അനേകം ആയുർവേദം ആത്മാക്കളും വരും, അനേക അശുദ്ധാത്മാക്കൾ വരും രക്ഷ പ്രാപിക്കാൻ. ഈശ്വരത്ത് കൃപയുണ്ടെങ്കിലേ ഉള്ളു. കൃപയിലെങ്കിലും ബുദ്ധിമുട്ടുള്ളതല്ല. ഒന്ന് കൃപയുടെ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തിന്റെ ആത്മ ഏകാത്മാവായി വരുമ്പോ, ദൈവാത്മാവുമായി ഐക്യപ്പെടുമ്പോ, ഈ ഐക്യം എന്താണ്? വിശുദ്ധിയാണ്. അനേകർക്ക് ഈ രവിച്ചറിഞ്ഞോടെ വിശുദ്ധിയിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. എല്ലാവരും വേറെ വചനങ്ങൾ എത്തിക്കുറെ പറഞ്ഞാൽ വരുന്ന നാം വിശുദ്ധി പാലിക്കുമ്പോഴാണ്. ഇതിനാണ് ദാനിയേൽ 12:12 എന്റെ കണ്ടുപിടുത്തമല്ല, എന്റെ കണ്ടുപിടുത്തമല്ല, വചനമാണ്. വിശുദ്ധി ഇരിക്കൊന്ന് പ്രാപിച്ചോണ്ട് 1903 ഷാജി ഇത് കഴിഞ്ഞപ്പോ ഒരു സെപ്റ്റംബർ 21 94 ഇവിടെ ഒരു മാതാവിന്റെ സ്റ്റാച്യു മേടിച്ച് എനിക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ചോദിച്ചതിനാണ് അപ്പോഴാണ് അറിയണത് 1335 ദിവസം വളരെ ഇന്നായി വിശുദ്ധി പാലിച്ച്. അതാണ് അജയമായ വാട്. ഇവിടെ ഹർമ്മശാലി പിന്നത്തെ ഞാൻ 5:19 അജയമായ വാട്. അതെന്താ ഞങ്ങൾക്ക് വെട്ടുന്നത്? അതോ അല്ല, വെറുതെ രണ്ട് സ്വത്വം മേടിച്ച് കുറെ കാര്യം മേടിച്ച് ദർശനം പറഞ്ഞ അമ്മയില്ല പറഞ്ഞത്. ഈശോ തെരഞ്ഞെടുക്കുന്നതാണ്, ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. യോഹന്നാൻ 15:16 നമ്മൾ ഓടിപ്പോയതല്ല, ഈശോ തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കരുത്, ഇടക്കാർക്ക് ചോദിക്കരുത്, നിങ്ങൾ ഏറ്റവും വലിയ പാവം ദൈവക്കാണോ? അപ്പൊ കൂടുതൽ കൃപയിട്ട് ഒന്നും ചെയ്യരുത്. പാപം ചെയ്തത് പാപത്തിന്റെ മുകളിലാണ്. അതിന്റെ മുകളിലാണ്. നിങ്ങൾ നോഹയുടെ പെട്ടകമാണ്. നോഹയുടെ പെട്ടകം ആരെ നടത്തി? ദൈവമാണ്. 37:16 വാക്യത്തില് ദൈവം അടച്ചാൽ തുറക്കാൻ ദൈവം തന്നെയാണ്. അല്ല, 22:22 അടച്ചാലും തുറക്കുകയോ തുറന്ന് അടക്കുകയോ ഇല്ല. വരുമാനം 3:7. അതുകൊണ്ടാണ് പറയുന്നത് ജോബ് 12:14 ദൈവം നശിപ്പിച്ച നാൾക്ക് ഇതെല്ലാം കൃപയാണ്. ഈ കൃപ വെച്ചാണ് നമ്മൾ എല്ലാം നടക്കുന്നത്. അറിയാമോ? മത്തായി 18:18-20 വചനത്തില് 2-3 പേർ എന്റെ നാമത്തിൽ യോജിച്ച് ഏത് കാര്യം കുറെ പാകം വീഴുന്ന ഉപയോഗിച്ചത് മാസ്റ്റർ പാർട്ടിക്കാരനും കേരള പ്രവർത്തകരണം എല്ലാ എംഎൽഎനും വെച്ച് ഇങ്ങനെ പ്രവർത്തിച്ച നല്ല നടക്കോ? അതി നടക്കുകയാണ് അങ്ങനെ വിഷയം. മറ്റൊന്നിൽ ഏക മനസ്സാണെങ്കിൽ ഒന്നുകൊണ്ട് സ്വന്തം കണ്ടു. ഏക മനസ്സ്, ഏകാഭിപ്രായം, സുരക്ഷ അന്നൊക്കെ വരുന്നത് വിശാസെല്ലാം പമ്പ കിടക്കും.